കൊല്ലം കരുനാഗപ്പള്ളിയിൽ നിന്നും കാണാതായ 48 വയസ്സുകാരിയെ പുരുഷ സുഹൃത്ത് കൊന്നു കുഴിച്ചുമൂടി. പ്രതി ജയചന്ദ്രന്റെ അമ്പലപ്പുഴ കരൂരിലെ വീടിന് സമീപത്ത് നിന്നുമാണ് മൃതദേഹം പോലീസ് കണ്ടെടുത്തത്. ഈ മാസം 6-ന് കാണാതായ വിജയലക്ഷ്മിയാണ് കൊല്ലപ്പെട്ടത്. കൊലപാതകത്തിന് ശേഷം വിജയലക്ഷ്മിയുടെ ഫോൺ എറണാകുളം ബസ് സ്റ്റാൻഡിലെത്തി. ജയചന്ദ്രൻ കണ്ണൂരിലേക്കുള്ള KSRTC ബസ്സിൽ ഉപേക്ഷിച്ചെന്ന് പോലീസ് പറയുന്നു. കണ്ടക്ടർ ഫോൺ കണ്ടെത്തി പോലീസിന് കൈമാറിയതാണ് കേസിൽ വഴിത്തിരിവായത്. മൃതദേഹം ഉടൻ ആലപ്പുഴ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. കേരളം ഞെട്ടലോടുകൂടി കേട്ട ഒരു വാർത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, യുവതിയെ കൊന്നു കുഴിച്ചുമൂടി എന്നുള്ള ഒരു വാർത്ത. അതിലെന്ന് പറഞ്ഞാൽ അവരുടെ കാമുകൻ സുഹൃത്ത് എന്ന് പറഞ്ഞുകൂടെ. ഇമാതിരി ടീമുകളെയൊക്കെ സുഹൃത്ത് എന്ന് എങ്ങനെയാണ് പറയുക? ഇതൊക്കെ കാമുകന്മാരാണ്. ഈ കാമുകനെ പോലീസ് അറസ്റ്റ് ചെയ്തു എന്നുള്ളൊരു വാർത്തയാണ്. അപ്പോൾ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതുപോലെ ഗതികെട്ട ഒരു സ്ഥലം വേറെയൊന്നില്ല. അതായത് ഒരു ഭാര്യ ജീവിച്ചിരിക്കെ മറ്റൊരു സ്ത്രീയായിട്ട് ബന്ധമുണ്ടാകുന്നു, അതിനെയും കൂട്ടിയിട്ട് മറ്റൊരു വീട്ടിലേക്ക് താമസം മാറുന്നു. അവിടെ എത്തിയപ്പോൾ ഈ കാമുകിക്ക് തന്നെ മറ്റൊരു കാമുകനുമായിട്ട് ബന്ധം. ഇങ്ങനെയുള്ള ഇതുപോലെ ഗതികെട്ടൊരുത്തം വേറെ ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതായത് നിങ്ങളൊക്കെ ജീവിച്ചോ, മാനം മര്യാദയായിട്ട് എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ജീവിക്കാം. പക്ഷെ ഇതുപോലെയുള്ള ഉടായ്പിൽ ജീവിക്കുന്നവരുടെ ഗതിയൊക്കെ എന്ന് പറഞ്ഞാൽ ഇത് തന്നെയാണ്. അതായത് മക്കളെയും കുടുംബങ്ങളെയും മറന്ന്, മക്കളുമായിട്ട് പോലും ബന്ധമില്ല ഈ സ്ത്രീക്ക് എന്നാണ് പറയുന്നത്. ഭർത്താവുമായിട്ട് വർഷങ്ങൾക്ക് മുമ്പേ പിരിഞ്ഞതാണ്. പിന്നീട് തന്നെ മക്കളുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഇതായിരിക്കുമല്ലോ സ്വഭാവം. അതുകൊണ്ട് തന്നെ ആരും അടുപ്പിക്കത്തില്ല. പിന്നെ ഈ ജയചന്ദ്രൻ എന്ന് പറയുന്നവൻ അതിലും വലിയൊരു ഭീകരനാണ്. കാരണം എന്താ വെച്ചാൽ അവന് ഭാര്യയുണ്ട്, ഇതൊക്കെയുണ്ട്. എന്നിട്ടും അവൻ ഇതിൻ്റെ അകത്ത് പോയി ചാടി എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ നാട്ടിൽ കണ്ടുവരുന്ന ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് സ്വന്തം ഭർത്താക്കന്മാരെ കാട്ടിയും അല്ലെങ്കിൽ സ്വന്തം ആൾക്കാരെ കാട്ടിയും നാട്ടുകാരെ കാട്ടിയും എല്ലാവർക്കും വിശ്വാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സുഹൃത്ത് വലയത്തിലാണ്. ഒരു ഫോണിലൂടെ മാത്രം വരുന്ന ഒരു ഹായിൽ വിശ്വസിച്ച് പലപ്പോഴും എന്ന് പറഞ്ഞാൽ അതിൽ വീണുപോയിട്ട് ജീവൻ നഷ്ടപ്പെടുന്ന, പണം നഷ്ടപ്പെടുന്ന, മാനം നഷ്ടപ്പെടുന്ന മലയാളികളെയാണ് നമുക്കിന്ന് കാണാൻ സാധിക്കുന്നത്. അതായത് വെറും ഒരു ഹായ് അയച്ചാൽ മതി. വെറുതെ ഒരു സാരി ചുറ്റി ഇങ്ങനെ എവിടെയെങ്കിലും ചുറ്റി വെച്ചിട്ട് ഒരു ഹായ് കണ്ടു കഴിഞ്ഞാൽ ആ നിമിഷം വീഴും എന്നുള്ളതാണ്. ആ നിമിഷം തിരിച്ചയച്ചു കഴിഞ്ഞാൽ പിന്നെ അവൻ ആ ഒരു പഞ്ചാര വാക്കിൽ വീണിട്ട്, ഇതിനിടയ്ക്ക് നമ്മൾ കണ്ടില്ലേ ഒരുത്തൻ്റെ 2.5 കോടി രൂപയാണ് തട്ടിച്ചു കൊണ്ടുപോയത്. ആലോചിച്ച് നോക്കണം നിങ്ങൾ. ഇതുപോലെയാണ് നമ്മുടെ നാട്ടിൽ സംഭവിക്കുന്നത്. അതായത് പണം പോകുന്നു, മാനം പോകുന്നു. എത്ര അറിയാ കേസുകളുണ്ട്. അതായത് ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴും ഇങ്ങനെയൊരു സംഭവം വന്നതുകൊണ്ടാണ് നമ്മളെല്ലാവരും അറിഞ്ഞത്. അറിയാത്ത ഒരുപാട് കേസുകളുണ്ട്. ഇതുപോലെ അവിഹിതത്തിൽപ്പെട്ട് നാരായണക്കലായി ജീവിക്കുന്ന ഒരുപാട് സ്ത്രീകളും അതുപോലെ ഒരുപാട് പുരുഷന്മാരും നമ്മുടെ നാട്ടിലുണ്ട്. ഈ മൊബൈൽ എന്ന് പറയുന്ന സാധനം വന്നതിന് ശേഷമാണ് ഇത് ചില ആൾക്കാർ ഇതിനൊരു കൃഷിയാക്കി എടുത്തിരിക്കുകയാണ്. അതായത് വെറുതെയെങ്കിലും ഒരു ഹായ് വിടുക, കിട്ടിയ ഊട്ടി ഇല്ലെങ്കിൽ ചട്ടി എന്ന് പറഞ്ഞ പോലെ. അപ്പോൾ ഇന്ന് കൊല്ലപ്പെട്ട ഈ വിജയലക്ഷ്മി ആയാലും അതുപോലെ തന്നെ ജയചന്ദ്രനായാലും ഇവർ 2 പേരെന്ന് പറഞ്ഞ ഉടായ്പ് ടീമുകൾ തന്നെയാണ്. അതായത് 2 പേരും ഇതുപോലെയുള്ള വഴിപിഴച്ച ജീവിതം തന്നെയാണ്, അല്ലാതെ നേരായ വഴിക്കുള്ളതൊന്നുമല്ല. ഇതിലെനിക്ക് ഏറ്റവും കൂടുതൽ ദുഃഖം തോന്നിയത് എന്താണെന്ന് വെച്ചാൽ, ചില മാധ്യമങ്ങൾ പോയിട്ട് ഈ ജയചന്ദ്രൻ്റെ ഭാര്യ പാവം ഒരു സ്ത്രീയോട് ചോദിക്കുന്ന ചില ചോദ്യങ്ങളുണ്ട്. എന്തിനാണ് അങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്നത്? ഈ ഭർത്താവ് എന്ന് പറയുന്ന ഈ നാരി ചെയ്ത തെറ്റിനെ അവരെന്താണ് പിഴച്ചത്? അവരുടെ മുഖം പോലും നമ്മൾ മാധ്യമങ്ങളിൽ കാണിക്കാൻ പാടില്ല എന്നാണ് ഞാൻ പറയുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ, ആ സ്ത്രീ എന്തറിയാം? ആ സ്ത്രീക്കൊന്നും അറിയില്ല. ആ സ്ത്രീ എവിടെയോ പോയിട്ട് ജോലി ചെയ്ത് കഷ്ടപ്പെട്ട് ജീവിക്കുന്നു. ഈ ഭർത്താവ് എന്ന് പറയുന്നവൻ ഇതുപോലെ ചെയ്തിട്ടുണ്ടോ എന്നൊന്നും അവർക്കറിയില്ല. എന്നിട്ടും അവരോട് പോയിട്ട് ചോദ്യം ചോദിച്ചത് വളരെയധികം മോശം തന്നെയാണ്. പിന്നെ നാട്ടുകാർ എല്ലാവരും ഈ സ്ത്രീയെ പറ്റിയിട്ട് എന്ന് പറഞ്ഞാൽ നല്ലതല്ല പറയുന്നത്. അവരൊക്കെ പറയുന്നത് ഇതാണ്, ഭർത്താവുമായിട്ടോ ഒരാളുമായിട്ടോ നാടുമായിട്ട് പോലും ഒരു ബന്ധവുമില്ല, ഏതോ ഹാർബറിൽ എന്തോ ജോലി ചെയ്ത് ജീവിക്കുന്നു, അതുമാത്രമാണ്. അതുപോലെ തന്നെ ഈ ജയചന്ദ്രനും അങ്ങനെ നടക്കുന്നതും തന്നെയാണ്. ഇവർ തമ്മിൽ ഒരു ബന്ധമുണ്ടാക്കി ആ ബന്ധത്തിലാണ് ഇത്രയും പ്രശ്നങ്ങൾ നടന്നത് എന്നുള്ളതാണ്. എന്തൊക്കെയായാലും ഈ ബന്ധം എന്ന് പറഞ്ഞാൽ, ഇങ്ങനെയുള്ള ബന്ധങ്ങൾ ഒരിക്കലും നമുക്ക് നേരായ വഴിക്ക് കൊണ്ടുപോകാൻ കഴിയില്ല. ഇതൊക്കെ ഇതുപോലെയാണ് അവസാനിക്കുന്നത്. ചില ആൾക്കാർ വിചാരിക്കും, അയ്യോ അതാണ് ഏറ്റവും നല്ല ബന്ധം എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ളതാണ്, സുഹൃത്ത് എന്നാണ് ഇപ്പോഴത്തെ പേര്. അതാണ് കാമുകനൊക്കെ പോയി അവിടുന്ന് സുഹൃത്ത്. എന്ത് ചോദിച്ചു കഴിഞ്ഞാലും എൻ്റെ സുഹൃത്താണ്, എൻ്റെ ഫോൺ സുഹൃത്താണ്, എൻ്റെ വാട്സാപ്പ് സുഹൃത്താണ്, അതുപോലെ തന്നെ എൻ്റെ ഗ്രൂപ്പ് സുഹൃത്താണ്. ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള ബിരുദന്മാർ നമ്മുടെ നാട്ടിൽ ഒരുപാടുണ്ട്. ഒരുപാട് വാട്സാപ്പ് ഗ്രൂപ്പുകളുണ്ട്. ഈ ഗ്രൂപ്പ് എന്നൊക്കെ എന്ന് പറഞ്ഞ് എല്ലാവരുടെയും സ്വകാര്യ നമ്പറുകളൊക്കെ നമുക്ക് എടുക്കാൻ കഴിയും. അതായത് എന്തിനധികം പറയുന്നത്, നമ്മളിപ്പോഴും നമ്മുടെ നാടിൻ്റെ പേര് പറഞ്ഞിട്ടുള്ള ന്യൂസ് പേപ്പറുകളുണ്ട്. അതായത് ഇന്ന സ്ഥലത്തുള്ള വാർത്ത, ഇപ്പോൾ കണ്ണൂർ വാർത്തയിൽ കോഴിക്കോട് വാർത്ത, നാദാപുരം വാർത്ത, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള ഒരുപാട് വാർത്തകളുണ്ട്. ഈ വാർത്ത വായിക്കുന്ന, അതായത് ഈ വാർത്ത വായിക്കാൻ വേണ്ടിയിട്ട് ചില സ്ത്രീകളൊക്കെ കയറുന്നുണ്ട്. അവരൊക്കെ നമ്പറിലേക്കാവും.
അതാണ് അവരുടെയൊക്കെ പ്രൊഫൈല് ഫോട്ടോ വെച്ചിട്ടുണ്ടെങ്കിൽ ആ നിമിഷം ഒരു ഹായ് അയക്കാതെ ഞരമ്പന്മാരുണ്ടാവില്ല, അത് ഉറപ്പിച്ച് പറയാം. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്പറുകൾ ഈ കാമപ്രാന്തന്മാർക്ക് കിട്ടുന്നത്. പിന്നെ ഇവരും അതുപോലെ തന്നെയാണ്. സ്ത്രീകളാണെങ്കിലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ എന്തെങ്കിലും ഒന്ന് കേട്ട് കഴിഞ്ഞാൽ ആ മോളെ സുഖമാണോ അല്ലെങ്കിൽ ചായ കുടിച്ചോ എന്ന് കേട്ട് കഴിഞ്ഞാൽ ആ നിമിഷം ചാടി പുറപ്പെടുകയും ചെയ്യും. അതാണ്, അതിന് യാതൊരു മടിയുമില്ലാത്തതാണ് ഈ കൂട്ടർക്ക്. എന്തുകൊണ്ടാണ് ഇങ്ങനെ പുറപ്പെടുന്നത്? ഇപ്പോഴും തന്നെ എന്ന് പറഞ്ഞാൽ ഈ സ്ത്രീക്ക് മര്യാദയ്ക്ക് ജോലി ചെയ്ത് അവിടെ ജീവിച്ചിരുന്നുവെങ്കിൽ ഇതുപോലെയുള്ള സുഹൃത്തിനെ, അതായത് ഇയാൾക്ക് വേറെ ഭാര്യയും മക്കളും എല്ലാം ഉണ്ട് എന്നറിയാം, എന്നിട്ടും യാതൊരു എളുപ്പമില്ലാതെ ഈ ഒരു കിഴങ്ങേശ്വരൻ്റെ കൂടെ പോയതുകൊണ്ട് മാത്രമാണ് ഈ സ്ത്രീക്ക് ഈ ഒരു ഗതി ഉണ്ടായതെന്നാണ് ഞാൻ പറയുന്നത്. അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ ഇനി ആരെങ്കിലും പോകാനിരിക്കുന്നുണ്ടെങ്കിൽ ഇതുപോലെ ഉടായിപ്പ ബന്ധമുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ ഇതൊന്നും ആരും അറിയില്ല, ഇല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ ഇതൊക്കെ ഇങ്ങനെ അങ്ങ് പോകട്ടെ എന്ന് തീരുമാനിക്കുന്നവർ. പക്ഷേ ഞാനൊരു കാര്യം പറയുകയാണ്, നമ്മുടെ നാട്ടിൽ പല കുറ്റകൃത്യങ്ങളെന്ന് പറഞ്ഞാൽ ഈ സ്ത്രീകൾക്കെതിരെ നടന്നിട്ടുണ്ടെങ്കിൽ അതിൽ കൂടുതലെന്ന് പറഞ്ഞാൽ അവിഹിതങ്ങൾ തന്നെയാണ്. അവിഹിതങ്ങൾ ഒരുപാട് നടക്കുന്നത് കൊണ്ടാണ് ഇതുപോലെയുള്ള കുറ്റകൃത്യങ്ങൾ നടക്കുന്നത്. എന്തിനധികം പറയുന്നത്, നമ്മുടെ ഈ ഇതുണ്ടല്ലോ, അതായത് ആ ഒരു നരബലി, ഇലന്തൂർ നരബലി ഉണ്ടല്ലോ, ആ നരബലിയിൽ എങ്ങനെയാണ് സ്ത്രീകൾ പെട്ടത്? ഇതുപോലെ പൈസ തരാം, നിങ്ങൾ നീലചിത്രത്തിൽ അഭിനയിക്കാൻ വന്നു കഴിഞ്ഞാൽ, അത് പറഞ്ഞിട്ടാണ് അവരെ കൊണ്ടുപോയിരിക്കുന്നത്. അപ്പോൾ അവർക്കറിയാം ഇതിന് വേണ്ടിയിട്ടാണ് കൊണ്ടുപോകുന്നതെന്ന്, എന്നിട്ടും അവരതിനെ ചാടിക്കൊടുത്തു. അത് ചാടിക്കൊടുക്കാതിരുന്നുവെങ്കിൽ തൻ്റെ കുടുംബത്തെ ഓർത്ത് ഇനി ഞാൻ അങ്ങനെ എവിടെയും പോകില്ല, അങ്ങനെയുള്ള പൈസ എനിക്ക് വേണ്ട, അങ്ങനെയുള്ള പൈസ അല്ല ഞാൻ മോഹിക്കുന്നത് എന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോഴും അവരൊക്കെ ജീവനോടെ ഇരുന്നേനെ. പക്ഷേ അവർക്കൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പണം എന്ന് കേൾക്കുമ്പോൾ അങ്ങ് ചാടി പുറപ്പെടുകയാണ്. അതുകൊണ്ടാണ് ഈ ഒരു ഗതിയായിരിക്കുന്നത്. ഇപ്പോൾ ഈ സ്ത്രീക്ക് സംഭവിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇയാളുടെ ഈ വിശ്വാസം, അതായത് ഇവൻ ഭയങ്കര സംഭവമാണെന്ന് വിചാരിച്ചു, അങ്ങനെ ഇവൻ്റെ കൂടെ അങ്ങ് പുറപ്പെട്ടു. ഇവൻ്റെ കൂടെ പുറപ്പെട്ടപ്പോൾ ഇവന് തന്നെ സംശയം തുടങ്ങി. ഇപ്പം ജീവിതം പോയില്ലേ, അതായത് ഒരു കുഴിയിൽ കുഴിച്ച് മൂടുകയും ചെയ്തത്. ആലോചിച്ച് നോക്കണം നിങ്ങൾ. ഇതുപോലെ ആൺ സുഹൃത്തുക്കളുടെ കയ്യാൽ മരണപ്പെടുന്ന ഒരുപാട് സ്ത്രീകളുണ്ട്. എല്ലാത്തിലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മിസ് കോളുകളും ഈ സോഷ്യൽ മീഡിയയും ഇതുപോലെയുള്ള സംഭവം തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് പറയുന്നത്, നിങ്ങളൊക്കെ ജീവിക്കുന്നുണ്ടെങ്കിൽ നേരായ വഴിക്ക്. ഇത് മാത്രമൊന്നുമല്ല ഉദാഹരണം, നമ്മുടെ നാട്ടിലുള്ള ഈ അടുത്ത കാലത്ത് നടന്ന കൊലപാതകങ്ങൾ മുഴുവൻ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ അകത്തൊക്കെ പ്രതികൾ ആൺ സുഹൃത്തുക്കളാണ്. അതൊക്കെ എന്ന് പറഞ്ഞാൽ ഭർത്താക്കന്മാരെ വഞ്ചിച്ചു പോയവരാണ്, ഇല്ലെങ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മക്കളെ ഇട്ടെറിഞ്ഞു പോയവരാണ്. ഇങ്ങനെയുള്ള സ്ത്രീകളാണ് മുഴുവൻ അവിടുന്ന്. ഇവർക്കൊക്കെ മര്യാദയ്ക്ക് ജീവിക്കാൻ ഇവിടെ ഒരു കുഴപ്പവുമില്ല, നേരെ കല്യാണം കഴിച്ച് ജീവിക്കാം. എന്തിനാണ് ഇങ്ങനെയുള്ള ഉടായ്പ ബന്ധങ്ങളിൽ പോയി ചാടുന്നത് എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. അതുകൊണ്ടാണ് പറയുന്നത്, ഇനി ആരെങ്കിലും പോകാനുണ്ടെങ്കിൽ എല്ലാവരും തീരുമാനിച്ചോളി, ഇതുപോലെയുള്ള സംഭവങ്ങളാണ് നിങ്ങളെയും കാത്തിരിക്കുന്നത്. അതുകൊണ്ട് പോകുന്നവർ വളരെയധികം സൂക്ഷിക്കുക. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മിന്നുന്നതെല്ലാം പൊന്നല്ല, അതുപോലെ മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ല, ഇതൊന്നും നോക്കണ്ട. കാരണം ഇവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ശരീരം മാത്രമാണ് ഇവരുടെ ലക്ഷ്യം. അതായത് കല്യാണം കഴിഞ്ഞവൻ ഒരു സ്ത്രീയെ നോക്കുന്നുണ്ടെങ്കിൽ അവൻ്റെ ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരീരം മാത്രമാണ്, അല്ലാതെ ഒരിക്കലും നിങ്ങളുടെ സ്നേഹമോ അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സോ ഒരിതുമല്ല. അവരൊക്കെ ലക്ഷ്യം ഒരേ ഒരു ലക്ഷ്യം മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് പറയുന്നത്, നിങ്ങൾ തേനേ പാലേ എന്ന് പറയുമ്പോൾ ചാടി പുറപ്പെടരുത്. പെട്ട് കഴിഞ്ഞാൽ ഇതുപോലെ ഏതെങ്കിലും ഒരു കുഴിയിൽ നിങ്ങൾക്ക് കിടക്കാം. അത് മാത്രമാണ്. ഒരുപാട് പേര് ഇപ്പോൾ ഒരുപാട് ഉദാഹരണമായില്ലേ നമ്മുടെ മുന്നിൽ. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ചാനൽ സബ് ചെയ്ത് കൂടെ കൂടിക്കോ. നന്ദി, നമസ്കാരം.